ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഈസി തക്കാളിക്കറിയാണ്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. തക്കാളിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു സവോളയുടെ ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു കുക്കറിലാണ് ചെയ്യുന്നത്. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. സമയത്തേക്ക് ഫ്ലെയിം തീരെ സിമ്മിൽ വേണം വെച്ചിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വരുന്നവരെ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇളക്കി നോക്കാം. ഒരു തക്കാളിയും സവോളയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഒരു നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ട് ഈ സമയത്തേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോഴേക്ക് ഇവിടെ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ നന്നായിട്ട് കൊടുത്തിട്ട് 2 വിസിൽ സിമ്മിൽ ഇട്ട് കൊടുക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ അടിച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കർ അടച്ച് വെക്കുക. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്നതിന് ശേഷം 2 വിസിൽ സിമ്മിലും കൂടി ഇട്ട് തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിൽ വന്ന് തണുത്ത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 വിസിലടിച്ച കുക്കറൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയും പച്ചമുളക് ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അതിനുശേഷം തിളച്ച ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കലക്കിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് പുളി അതിനകത്ത് കിടക്കുന്നത്. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. സമയത്തേക്ക് പച്ചമുളക്, ഈ സമയത്തേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തക്കാളിക്കറിയാണിത്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ സമയത്തേക്ക് ഉപ്പോ പുളിയോ കൂടുതൽ വേണമെന്നുള്ളവർ ആവശ്യത്തിന് ഉപ്പും പുളിയും കൂടെ ചേർക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സിമ്പിൾ തക്കാളിക്കറി റെഡിയായിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ്.